NCERT 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10ലെ പ്രധാന ചോദ്യങ്ങളാണ്. വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കംപ്ലീറ്റ് ഇറ്റ്സ് വർക്ക്സ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? 1949 നവംബർ 26-നാണ് ഭരണഘടന സംബന്ധമായ എല്ലാ ജോലികളും പൂർത്തീകരിച്ചത്. വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് വൈ ഡു വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ? 1950 ജാനുവരി 26-നാണ് ഭരണഘടന ഇന്ത്യ എന്ന മഹാരാജ്യം സ്വീകരിക്കുന്നത്. ഈ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പ്രധാനമാണ്. ഹൂ പ്രിപ്പയർഡ് ദ ഇനിഷ്യൽ ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യ ഭാഗങ്ങൾ തയ്യാറാക്കിയത്. ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഹൂ വാസ് ദ ഫസ്റ്റ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഡോക്ടർ BR അംബേദ്കർ. ഫ്രം വിച്ച് കൺട്രി ഡിഡ് വി അഡോപ്റ്റ് ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. 1789 ഫ്രാൻസിലെ ചരിത്രപരമായ വിപ്ലവം. ഇൻസ്പിറേഷൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫ്രം വിച്ച് കൺട്രി വാസ് ദ ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇൻസ്പയർഡ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത്. വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്ഡ് ഷേപ്പ് ഇന്ത്യാസ് കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിയമനിർമ്മാണ സഭ എന്ന ആശയം എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. വാട്ട് ആർ ദ 3 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ, അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റം. ഇതാണ് 3 ലെവൽസ്. വാട്ട് ആർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? ഒരു രാജ്യത്തെ സംബന്ധിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആശയങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിനായി ഒരിക്കലും കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പ്രധാന ആർട്ടിക്കിൾസ്: ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഫ്രീഡം, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years of age, ആർട്ടിക്കിൾ 41 വെൽഫെയർ ഗവൺമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ